നിരവധി തവണ ഓഫ് റോഡിനായി പോയി പരിചയസമ്പന്നരും ആദ്യമായി ഓഫ് റോഡിന് പോകുന്നവരും ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. ഞാൻ ഇത്രയും നാളും കോ ഡ്രൈവറായിട്ടാണ് പോയിട്ടുള്ളത്. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര പോകുന്നു. അവിടെ വെച്ച് ഒരു ജീപ്പിനുണ്ടായ തകരാറ് പരിഹരിക്കുന്നതിനായി കുറച്ച് സമയം നിർത്തി. പിന്നീട് യാത്ര വീണ്ടും തുടർന്നു. ഓരോ ജീപ്പും ഇത്തരത്തിലൊരു യാത്രയ്ക്ക് വേണ്ടി സജ്ജമാക്കിയുമായിരുന്നു. 42 മുതൽ 2003 വരെയുള്ള മോഡലുകളായിരുന്നു അവ. എൻ്റെ വണ്ടി 1944 വില്ലീസ് MC എന്ന് പറഞ്ഞ മോഡലാണ്. എഞ്ചിൻ മാത്രം ഡീസൽ എഞ്ചിൻ ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ടയർസ് വലുതാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒറിജിനൽ ഗിയർ ബോക്സ് ഡിഫറൻഷ്യൽ എല്ലാം ഒറിജിനൽ തന്നെ. എയർ ഫിൽറ്റർ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ട്രാക്ടറിൻ്റെ എയർ ഫിൽറ്ററാണ്. ഇതിപ്പോൾ എൻ്റെ വണ്ടി പറഞ്ഞാൽ M540. ഇറ്റ്സ് 1990 മോഡൽ. എഞ്ചിൻ ഫുൾ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ലോക്ക് ഇട്ടിട്ടുണ്ട്. 4 ഗിയർ ബോക്സ് ആണ്. ഇപ്പോഴത്തെ ടെറൈന് വേണ്ടിയുള്ള ടയർ കണക്ഷൻ ചെയ്തേക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് 2003 ആണ്. ഗിയർ ബോക്സ് ഓർഡർ ചെയ്തു, ടയർ ചേഞ്ച് ചെയ്തു. ഈ യാത്ര ഓഫ് റോഡ് ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. വട്ടവള വഴി കോവലൂരിൽ യാത്രയെത്തി. അവിടെ നിന്നുമാണ് ശരിയായ ഓഫ് റോഡ് ഡ്രൈവ് തുടങ്ങിയത്. എല്ലാ ജീപ്പുകളും ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്തു. ഇതാ ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഏത് ജീപ്പിൻ്റെയും ഈ വീലിൻ്റെ ഹബ്ബയിലോട്ട് അടുപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് നോക്കിയാൽ ഒരു റൊട്ടേറ്റിംഗ് കീ ആണ്. അത് എഴുതിയിട്ടുണ്ട് ഇവിടെ ഫ്രീ, ഇവിടെ ലോക്ക്. ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മുടെ നമ്മൾ പവർ ഇട്ടാൽ പോലും തന്നെ വണ്ടിയുടെ ഫ്രണ്ട് വീലുമായിട്ട് ഒരു കണക്ഷൻ വരും. പവർ ഇട്ടാൽ തന്നെ ഇത് ഫ്രീ ആയിരിക്കും. ഇത് ബേസിക്കലി എന്തോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മെയിൻ ഹൈവേ കൂടെ ഓടുമ്പോൾ ഫ്രീയിലിട്ടാൽ വണ്ടി കൂടുതൽ മൈലേജ് അതുപോലെ ട്രെയിനും കുറയ്ക്കും. അതേസമയം